നിനക്കെപ്പോഴെങ്കിലും ഇല്ല എന്ന് പറയാൻ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും ഒരു ഫേവർ ചോദിക്കുമ്പോൾ ഉള്ളിൽ വേണ്ട എന്ന് കൃത്യമായി തോന്നിയിട്ടും ചുണ്ടിൽ മാത്രം ശരി എന്ന് വന്നു പോകുന്ന ആ ഒരവസ്ഥ. സത്യം പറഞ്ഞാൽ സൈക്കോളജി ഇതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ഇല്ല എന്ന് പറയാൻ കഴിയാത്തത് നിന്റെ ബലഹീനതയല്ല, മറിച്ച് നിന്റെ മനസ്സ് രൂപപ്പെടുത്തിയെടുത്ത ചില ആഴത്തിലുള്ള പാറ്റേണുകൾ കൊണ്ടാണത്. അതിന് പിന്നിലെ കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു സർവൈവൽ മെക്കാനിസമാണിത്. ഒരു ഭീഷണിയോ പ്രശ്നമോ വരുമ്പോൾ ചിലർ പൊരുതും, ചിലർ ഓടിപ്പോകും, എന്നാൽ ചിലർ ഫോണാകും. അതായത് മറ്റൊരാളോട് പെട്ടെന്ന് യോജിച്ചുകൊണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ടാകാതെ ഒഴിവാക്കും. ഇതൊരു വീക്ക്നെസ് അല്ല, മറിച്ച് കുട്ടിക്കാലത്ത് നീ പഠിച്ചെടുത്ത ഒരു പ്രൊട്ടക്ഷൻ രീതിയാണ്. ഇനി നീ കേൾക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില കുട്ടികൾ ചെറുപ്പത്തിലെ മറ്റുള്ളവരുടെ വികാരങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കും. ഇല്ല എന്ന് പറഞ്ഞാൽ ആ ബന്ധം നഷ്ടപ്പെടുമോ എന്നൊരു പേടി ആ കുട്ടിയുടെ ഉള്ളിലുണ്ടാകും. ആ പേടിയാണ് മുതിർന്നാലും ഇല്ല എന്ന് പറയാൻ നിന്നെ തടയുന്നത്. ഈ പോയിന്റ് നിന്നെ ഒന്ന് ചിന്തിപ്പിക്കും. ഇല്ല എന്ന് പറയാൻ കഴിയാത്തവർ മറ്റുള്ളവരുടെ മൂഡ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു ഇമോഷണൽ റഡാർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. സത്യത്തിൽ ഇത് നിന്റെ ഒരു വലിയ കഴിവാണ്. അതായത് നിനക്ക് മറ്റുള്ളവരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതൊരു പോരായ്മയല്ല. ഒന്ന് ആലോചിച്ചു നോക്ക്, നീ ഒരാളെ സഹായിക്കുന്നത് സ്നേഹം കൊണ്ടാണോ അതോ അവരെ പിണക്കാൻ പേടിയുള്ളത് കൊണ്ടാണോ? പേടി കൊണ്ട് സഹായിക്കുന്നതിനെയാണ് സൈക്കോളജി ഫോണിംഗ് ബിഹേവിയർ എന്ന് വിളിക്കുന്നത്. ഈ പാറ്റേൺ തിരിച്ചറിയുക എന്നതാണ് ഇതിൽ നിന്നുള്ള ആദ്യത്തെ മോചനം. ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ഒരു മസിൽ വർക്കൗട്ട് ചെയ്ത് വലുതാക്കുന്നത് പോലെ നിനക്ക് നിന്റെ ബ്രെയിനിനെ ഇതിനായി പരിശീലിപ്പിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അതിരുകൾ വെച്ച് തുടങ്ങുന്നത് നിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇങ്ങനെ തോന്നുന്നത് നീ മാത്രം ഒറ്റപ്പെട്ടതുകൊണ്ടല്ല, ഇത് നിന്റെ മനസ്സ് പണ്ട് എഴുതി വെച്ചൊരു കഥയാണ്. ആ കഥ തിരുത്തി എഴുതാൻ നിനക്കിപ്പോൾ സാധിക്കും. ഈ കാര്യങ്ങൾ നിനക്ക് റിലേറ്റബിൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. നിനക്ക് ഇല്ല എന്ന് പറയാൻ ബുദ്ധിമുട്ട് തോന്നിയ സാഹചര്യം താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.